ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്പോഞ്ച് കേക്ക് റെസിപ്പി ആയിട്ട്. ഇത് ബേക്കറിയിൽ കിട്ടുന്ന അതേ സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒരു ഡൗട്ടും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഫോളോ ചെയ്താൽ നല്ല സൂപ്പറായിട്ടുള്ള സോഫ്റ്റ് സ്പോഞ്ച് കേക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഞാൻ രണ്ടും ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ പൗഡർഡ് ഷുഗറാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളത് 1 കപ്പ്, പിന്നെ 1 കപ്പ് മൈദ, പിന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, പാൽപ്പൊടി. അപ്പോൾ ഈ മിൽക്ക് പൗഡർ ഇടുന്നത് കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മളെ കേക്ക് കിട്ടും. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് പാൽ. 1/4 കപ്പ് പാലും മതി. ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളതിൽ കുറച്ചും കൂടി അധികം ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ റെസിപ്പിയിൽ ഞാൻ യൂസ് ചെയ്തത് 1/4 കപ്പ് പാൽ. പിന്നെ 4 മുട്ട. അപ്പോൾ ലാർജ് സൈസ് എടുക്കുന്നുണ്ടെങ്കിൽ 3 മതി, ഇല്ലെങ്കിൽ 4 യൂസ് ചെയ്താലായി. പിന്നെ 7 ഇഞ്ചിൻ്റെതും 6 ഇഞ്ചിൻ്റെ 2 പാന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് സീവ് ചെയ്തിട്ട് വെക്കുക. 2 പ്രാവശ്യം സീവ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. പിന്നെ ഈ റെസിപ്പിയിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ടില്ലെങ്കിലും കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡാവും ബേക്കിംഗ് പൗഡറും ഇപ്പോൾ എഗ്ഗ് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്തതുകൊണ്ട് ബേക്കിംഗ് സോഡാവും ബേക്കിംഗ് പൗഡറും ഇട്ടിട്ടില്ലെങ്കിലും നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് ഈ കേക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് സീവ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് വെക്കുക. ഇനി ഈ ബൗളിലേക്ക് 4 മുട്ടയും കൂടി പൊട്ടിച്ചിട്ടിടാം. എന്നിട്ട് നല്ല ഫ്ലഫി ആകുന്നത് വരെ ഇതിനെ നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഈ മുട്ടൻ്റെ മണം ഇല്ലാതിരിക്കാനായിട്ട് ആദ്യം തന്നെ വാനില എസൻസ് ചേർത്തിട്ട് അടിച്ചാൽ ആ മുട്ടൻ്റെ മണം തീരെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ലോ സ്പീഡിൽ തുടങ്ങിയാൽ നല്ലത്. 1 മിനിറ്റ് ലോ സ്പീഡിൽ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു മിനിറ്റ് ഇതുപോലെ ലോ സ്പീഡിലൊന്നും നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് പഞ്ചാരേനെ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ പഞ്ചാര ഇടുമ്പോൾ ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കരുത്, കുറച്ച് ആഡ് ചെയ്തിട്ട് ഇതിനെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നല്ല ഹൈ സ്പീഡിൽ ഇതിനെ ബീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ലോ സ്പീഡിൽ നിന്ന് ഒരു മീഡിയം സ്പീഡ് വരെ നമുക്ക് ഇതിനെ ബീറ്റ് ചെയ്താലും നല്ല ഫ്ലഫി ആയിട്ടേ കിട്ടും. നല്ലോണം ഫുൾ ഹൈ സ്പീഡ് കൊടുക്കണമെന്നൊന്നുമില്ല. ഏകദേശം ഒരു 3-4 മിനിറ്റ് മതി ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. ചില മുട്ട പെട്ടെന്ന് ഇങ്ങനെ ഫ്ലഫി ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇത് മുട്ട നല്ലോണം ഇത് ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല റിബൺ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. മുട്ട ഞാൻ ഇടുമ്പോൾ എത്ര ഉണ്ടായി ഇപ്പോൾ ഏതുവരെ എത്തിയെന്ന് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ സ്പീഡിൽ തന്നെ ഒരു 15 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ബീറ്റ് ചെയ്തെടുക്കുക. അത് ലോ സ്പീഡിൽ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ അതുപോലെ പാലും കൂടി ആഡ് ചെയ്തിട്ട് ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് സ്പാറ്റുല യൂസ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ഞാനിവിടെ ബീറ്റർ തന്നെ യൂസ് ചെയ്യുന്നുള്ള. ഓവർ മിക്സിങ് ചെയ്യാതിരുന്നാൽ മതി. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ ബീറ്ററിൽ ഒരു 30 സെക്കൻഡ് മുകളിൽ
ഇത് ബീറ്റ് ചെയ്താൽ ചിലപ്പോൾ ഇതിൻ്റെ ആ ഫ്ലഫിനെസ് കുറഞ്ഞു വരും. അപ്പോൾ കേക്ക് ചില സമയത്ത് ഹാർഡായി പോകും. പിന്നെ ഈ ഫ്ലോർ ഇടുമ്പോൾ ബാച്ച് ബൈ ബാച്ച് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇട്ടാൽ ചിലപ്പോൾ കട്ട കെട്ടിപ്പോവും, നല്ലോണം ശരിക്കായിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ബാച്ച് ബൈ ബാച്ച് ചെയ്തിട്ട് ഒരു 15 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. സൈഡൊക്കെ ഒന്ന് സ്ക്രാപ്പ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നമ്മളെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ 2 ബേക്കിംഗ് ടിന്ന് യൂസ് ചെയ്യുന്നുണ്ട്, 7 ഇഞ്ചിൻ്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ 8 ഇഞ്ചിൻ്റെ പാനിലും ചെയ്യാം. ഞാനിവിടെ ഒരു 7 ഇഞ്ചും പിന്നെ ഒരു 6 ഇഞ്ച് പാനിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. പിന്നെ ടിന്നിനെ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ട്. പിന്നെ ഇന്ന് ഞാൻ കാണിക്കുന്നുള്ളത് ഓവനിൽ എങ്ങനെ ബേക്ക് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ചെയ്യുന്ന സമയത്ത് തന്നെ ഓവനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ബേക്ക് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 30-35 മിനിറ്റ് വരെ ഇതിനെ ബേക്ക് ചെയ്യാൻ വെക്കുക. ഇനി 35 മിനിറ്റ് ആയിട്ടും ബേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ 30 മിനിറ്റ് ആകുമ്പോൾ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അത് ക്ലീൻ ആയിട്ട് പുറത്ത് വന്നെങ്കിൽ നമ്മൾ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്പോഞ്ച് കേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിയെല്ലാം ഉണ്ടെങ്കിൽ ഇനി പുറത്തുനിന്ന് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കെല്ലാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തണിയാനായിട്ട് വെക്കണം. നല്ലോണം തണിയരുത്, അതിന് മുമ്പ് ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയെടുക്കണം. ബട്ടർ പേപ്പർ മാറ്റിയെടുത്ത ശേഷം ഇതിനെ ശരിക്കും ഒന്ന് തണിഞ്ഞ ശേഷം ഇതിനെ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നെങ്കിൽ ഫ്രോസ്റ്റിംഗ് ചെയ്യുക, ഇല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെച്ചിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ 2 കേക്കും ഒരുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഒരെണ്ണം ഞാൻ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന വീഡിയോ ആക്കിയിട്ട് ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ബട്ടർ ക്രീമിൻ്റെ ഫ്രോസ്റ്റിംഗ് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ടെൻഷൻ ഇല്ലാണ്ട് ചെയ്ത് നോക്കുക, പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റത്തെ വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.